അടുക്കളയിൽ ഭക്ഷണം സൂക്ഷിക്കാനും പാകം ചെയ്യാനും വീണ്ടും ചൂടാക്കാനും ഒക്കെ വളരെ സൗകര്യപ്രദമായ ഒന്നാണ് അലൂമിനിയം ഫോയിൽ. അലൂമിനിയം ഫോയിലിന്റെ വരവോടെ യാത്രകൾക്ക് പോകുമ്പോൾ ഭക്ഷണം പൊതിഞ്ഞുകൊണ്ടു പോകാനും കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. പൊതുവെ സുരക്ഷിതമായി കണക്കാക്കുന്ന അലൂമിനിയം ഫോയിൽ അത്രയ്ക്ക് സുരക്ഷിതമല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇവയിലെ അലൂമിനിയം ഭക്ഷണത്തിലേക്ക് ഊർന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അമിതമായി അലൂമിനിയം ഉള്ളിലെത്തുന്നത് അൽഷിമേഴ്സ് രോഗം ഉൾപ്പെടെയുള്ള നാഡീരോഗാവസ്ഥകൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അസ്ഥികളിൽ അലൂമിനിയം അടിഞ്ഞുകൂടുന്നത് അവയെ ദുർബലപ്പെടുത്തുകയും ഒടിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ വൃക്കകൾക്കും ഇവ ദോഷകരമാണ്. അലൂമിനിയം ഫോയിലിൽ വെച്ച് ഒരിക്കലും പാകം ചെയ്യാനോ ചൂടാക്കാനോ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട്. തക്കാളി, സിട്രസ് പഴങ്ങൾ തുടങ്ങിയ അസിഡിക് ഭക്ഷണങ്ങൾ ഇവയിൽ വെച്ച് പാകം ചെയ്യരുത്. തക്കാളിയിൽ അസിഡിറ്റി കൂടുതലാണ്. അലൂമിനിയം ഫോയിലിൽ പാകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലേക്ക് അലൂമിനിയം ചേരാൻ കാരണമാകും. തക്കാളി പാകം ചെയ്യുമ്പോൾ ഗ്ലാസോ സിറാമിക് പാത്രങ്ങളോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. തക്കാളി പോലെ നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ സിട്രസ് പഴങ്ങളിലും അസിഡിറ്റി കൂടുതലാണ്. ഇതും അലൂമിനിയം ഫോയിലിൽ പാകം ചെയ്യുമ്പോൾ രുചിയെ ബാധിക്കും. ഇതുപോലെ പാകം ചെയ്ത മുട്ട അലൂമിനിയം ഫോയിലിൽ വെച്ച് പൊതിയരുത്. മുട്ടയിലെ സൾഫർ സംയുക്തങ്ങൾ അലൂമിനിയവുമായി ചേരുകയും നിറവ്യത്യാസവും രുചിമാറ്റവും ഉണ്ടാവുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് പലപ്പോഴും ബേക്ക് ചെയ്യാനായി അലൂമിനിയം ഫോയിലിൽ പൊതിയാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്ടീരിയകൾ വളരുന്നതിനുള്ള സാധ്യതയുണ്ടാകും. ഇതിനു പുറമെ ഗരം മസാല, ജീരകം, മഞ്ഞൾ തുടങ്ങിയ മസാലകൾ, കറികൾ, അച്ചാറുകൾ, ചീസ്, വെണ്ണ, വിനാഗിരി ചേർന്ന ഭക്ഷണങ്ങൾ, എരിവുള്ള ഭക്ഷണങ്ങൾ, മത്സ്യം തുടങ്ങിയവയും അലൂമിനിയം ഫോയിലിൽ വെച്ച് ഒരിക്കലും പാകം ചെയ്യാനോ ചൂടാക്കാനോ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കുമെന്നാണ് ചിന്തിക്കുന്നത്? അതിനും വഴിയുണ്ട്. ഭക്ഷണം നേരിട്ട് അലൂമിനിയം ഫോയിലുമായി ബന്ധപ്പെടാതെ 1-2 ബട്ടർ പേപ്പർ വെച്ച് പൊതിഞ്ഞ ശേഷം അലൂമിനിയം ഫോയിലിൽ പൊതിയുന്നതാണ് സുരക്ഷിതം. കൂടുതൽ സമയം ഭക്ഷണം അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതും ഒഴിവാക്കണം. 3-4 മണിക്കൂർ കഴിയുമ്പോൾ കാലാവസ്ഥയും അന്തരീക്ഷ താപനിലയും അനുസരിച്ച് ബാക്ടീരിയ പെരുകാൻ സാധ്യതയുണ്ട്. ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുകയും ചെയ്യും.